ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതല്ല, അദ്ദേഹം ഇതിൽ വിയോജിപ്പ്, അതായത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ രാഷ്ട്രപതിമാരും ഉപരാഷ്ട്രപതിമാരും രാജിവെച്ച് പോകുന്നൊരു പതിവ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 രാഷ്ട്രപതിമാർ മരിച്ചിട്ടുണ്ട്, അവരുടെ കാലയളവിൽ തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് രാഷ്ട്രപതിക്ക് മാറ്റം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിമാർ അങ്ങനെ രാജിവെച്ച് പോയ ഒരു ചരിത്രമുള്ളതായിട്ട് തോന്നുന്നില്ല. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഈ ജഗദീപ് ധൻഖർ അദ്ദേഹം ഈ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന സമയത്ത് ഈ പറഞ്ഞ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയുമായിട്ട് നിരന്തരം ബഹളമായിരുന്നു. അതായത് ജഗദീപ് ധൻഖറിന് കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസിനുമായിട്ട് ഇപ്പോൾ കേരളത്തിലൂടെ ഏറ്റുമുട്ടൽ നടക്കും പോലെ തന്നെ അവിടെയും ഏറ്റുമുട്ടൽ നടന്ന് അങ്ങനെ പ്രശസ്തനായ ഒരാളാണ് ഈ ജഗദീപ് ധൻഖർ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഈ പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി നിൽക്കുന്ന സമയത്താണ് ഒരു ഉപരാഷ്ട്രപതി പദം നൽകിയിട്ട് ജഗദീപ് ധൻഖറിനെ കേന്ദ്ര സർക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടങ്ങളിലെല്ലാം ഈ ഭരണപക്ഷ അനുകൂല നിലപാടുകൾ ജഗദീപ് ധൻഖർ എടുത്തിരുന്നു. ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് അധികം സമയം സംസാരിക്കാൻ നൽകാതെയൊക്കെയുള്ള നിലപാടുകളായിരുന്നു ജഗദീപ് ധൻഖറുടെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജഗദീപ് ധൻഖർ ഈ പ്രതിപക്ഷവുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. അത് സ്വാഭാവികമായിട്ടും BJPക്കകത്ത് അത് വലിയ ചർച്ചയായി. RSS ഇടപെട്ടു. അങ്ങനെ വലിയ ചർച്ച ഉണ്ടാവുകയും ജഗദീപ് ധൻഖറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ആശയ സംവാദം ഇവർ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ചെറിയ അസ്വാരസ്യങ്ങൾക്ക് നടുക്കാണ് ഈ ജഗദീപ് ധൻഖറും ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ രാജ്യസഭ സമ്മേളനം ആരംഭിച്ച അന്ന് വളരെ സൗമ്യനായിട്ട് പകല് സഭയൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിച്ചതിന് ശേഷം രാത്രിയോടുകൂടിയാണ് അപ്രതീക്ഷിതമായിട്ട് ജഗദീപ് ധൻഖർ തൻ്റെ രാജി രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി രാജിവെക്കുന്നു, ഞാൻ ഇന്ന് തന്നെ ഇറങ്ങാണ് എന്നുള്ള രീതിയിലുള്ള ഒരു രാജിക്കത്ത് സമർപ്പിക്കുന്നത്. അന്ന് പകല് വളരെ സൗമ്യനായിട്ട് സഭയൊക്കെ നിയന്ത്രിച്ച ഒരാൾ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് അന്ന് തന്നെ വലിയ ചർച്ചയുണ്ടായി. അപ്പോൾ അദ്ദേഹം പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നെങ്കിലും അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു ഇത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടല്ല, സർക്കാരും ജഗദീപ് ധൻഖറും തമ്മിലുള്ള ആരോഗ്യപരമായ അടിയുടെ ഭാഗമായിട്ടാണ് ഈ രാജി എന്നുള്ളത് എല്ലാവരും പറഞ്ഞിരുന്നത്. അന്ന് മല്ലികാർജുൻ ഖാർഗെയൊക്കെ വളരെ നന്നായിട്ട് സഭയ്ക്കകത്ത് സംസാരിക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ സമയം സംസാരിക്കാൻ അവസരം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഈ രാജിവെക്കുന്നതിൻ്റെ അന്ന് വൈകുന്നേരം ജഗദീപ് ധൻഖറുമായിട്ട് ഒരു മന്ത്രി കുറച്ച് അധിക നേരം സംസാരിക്കുകയും ഫോണിലൂടെ ഒരു ചെറിയ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ഒന്നാമത്തെ കാരണം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വീട്ടിൽ പണം സൂക്ഷിച്ച ഒരു ജഡ്ജിയെ ഇംപീച്ച്, അതായത് ജഡ്ജി എന്ന് പറഞ്ഞാൽ യശ്വന്ത് വർമ്മ, അദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്യണം എന്ന ഒരു നോട്ടീസ് പ്രതിപക്ഷം കൊടുക്കുകയും ആ നോട്ടീസ് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണപക്ഷവുമായിട്ട് ചെറിയൊരു അകൽച്ചയിലേക്ക് പോയി. അതായത് നമുക്കറിയാം, ഡൽഹിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിനകത്ത് തീപിടുത്തമുണ്ടായപ്പോൾ ഒരുപാട് നോട്ട് കെട്ടുകൾ കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടു. ആദ്യഘട്ടങ്ങളിൽ വന്ന വീഡിയോകളിലെല്ലാം അതുണ്ട്. പിന്നീട് പോലീസ് അത് മാറ്റി. പിന്നീട് വന്ന വീഡിയോകളിലും ഫോട്ടോകളിലൊന്നും അതില്ലെങ്കിലും പക്ഷേ മാധ്യമങ്ങൾക്ക് ആദ്യം ലഭിച്ച വിഷ്വലുകളിൽ അത് പെട്ടതോടുകൂടിയാണ് ജഡ്ജി ആകെ പ്രതിസന്ധിയിലായിപ്പോയത്. ഈ ജഡ്ജി എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത് ആ ഇംപീച്ച് നടപടിയിലേക്ക് ഒരു ചർച്ചയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുപോകാത്ത വിധത്തിൽ നിർത്തേണ്ട ഒരാളാണ് ഉപരാഷ്ട്രപതി, സഭയെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അവിടെ അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചു. ഈ ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് വേണ്ടിയുള്ള തുടക്കം കുറിച്ചു, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ അസ്വാരസ്യം, അത് ഈ ധൻഖറും സർക്കാരും തമ്മിലുള്ള ഭിന്നതയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടി എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തിങ്കളാഴ്ച വൈകുന്നേരം രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിൽ സഭാ നേതാവ് കൂടിയായ JP നദ്ദയും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പങ്കെടുക്കാതിരുന്നത്.
അതായത് ആദ്യത്തെ ദിവസമാണ് ഇവർ രണ്ടുപേരും പങ്കെടുക്കാതിരുന്നതും ഇദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പം ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂട്ടിലാക്കുന്ന ചില നടപടികൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു, ചില പ്രതികരണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അപ്പോൾ സർക്കാർ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സിറ്റുവേഷനുകൾ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കേന്ദ്രമന്ത്രി, മുതിർന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹം ഈ ജഗ്ദീപ് ധൻഖറെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപരാഷ്ട്രപതിയെ പോലെ അത്രയും പദവിയിലിരിക്കുന്ന ഒരാളെ ഒരു മന്ത്രി വിളിച്ചിട്ട് വല്ലാതെ അങ്ങ് അവമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആത്മാഭിമാനം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ആ സ്ഥാനത്തിരിക്കാൻ താല്പര്യപ്പെടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം തൻ്റെ രാജിക്കത്ത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് അയച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജുൻ ഖാർഗെക്ക് ദീർഘമായി സംസാരിക്കാൻ നിരന്തരം അവസരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഈ മല്ലികാർജുൻ ഖാർഗെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവാണ്. മറ്റ് അംഗങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്വാഭാവികമായിട്ടും ഒരു സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കും. അതൊരു ചട്ടമാണ്. അതുകൊണ്ട് ഇപ്പം ഭരണപക്ഷത്താണെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അത്രയും മുതിർന്ന ആരെങ്കിലും കാര്യം നിയന്ത്രിക്കുന്ന ഒരാൾ, ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ ചിലപ്പം അമിത്ഷാ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും. അതൊരു സഭയുടെ ചട്ടമാണ്. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേപോലുള്ള സമീപനം സ്വീകരിക്കുക, അത് നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ആ സമയത്ത് ആരാണോ സഭ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. ഇവിടെ ഉപരാഷ്ട്രപതിയാണ് സഭ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെക്ക് കൂടുതൽ സമയം സംസാരിക്കാൻ കൊടുത്തു. ഇതിൻ്റെ പ്രശ്നം എന്താണ്? മല്ലികാർജുൻ ഖാർഗെ കൂടുതൽ സമയം സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളും ഒക്കെ സർക്കാരിനെതിരായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ സർക്കാരിന് എതിരെ ഒരു ചിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള സമയം ജഗ്ദീപ് ധൻഖർ കൊടുക്കുന്നു എന്നാണ്. അതായത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന എല്ലാവിധ സമീപനങ്ങൾക്കും ഇദ്ദേഹം ഒരു കുട പിടിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലാണ് BJPക്കകത്തും RSSനകത്തും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ചർച്ച. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ രാജി. പിന്നെ പാർലമെന്റിനകത്തും പുറത്തും ധൻഖർ നടത്തിയ വാവിട്ട വാക്കുകൾ, പ്രതിപക്ഷത്തോട് അടുക്കുന്നുവെന്ന തോന്നൽ, ജുഡീഷ്യറിക്കെതിരായ നിരന്തര വിമർശനവും വിവാദവും. ഈ ജുഡീഷ്യറിയെ വിമർശിക്കാനും അതിനെ നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ അതിൽ അഭിപ്രായം പറയാനും ഉള്ളതാണല്ലോ ഈ നമ്മളെ പാർലമെൻറ്റും രാജ്യസഭയൊക്കെ. അപ്പം അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ചില വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തു വരുമ്പോൾ ജുഡീഷ്യറിയെ വിമർശിക്കേണ്ടി വരിക അല്ലെങ്കിൽ ജുഡീഷ്യറിയെക്കുറിച്ച് പരാമർശം നടത്തേണ്ടി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ചൂണ്ടിക്കാണിക്കുന്നത് ജുഡീഷ്യറിയെ നിരന്തരം വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള RSSനും BJPയുടെ ഭാഗത്തു നിന്നുള്ള പൊട്ടിത്തെറിയുണ്ടായി. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹം ഈ നേതൃത്വവുമായിട്ട് അകൽച്ചയിലേക്ക് പോകുന്നു എന്നൊരു വാർത്തകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജഗ്ദീപ് ധൻഖർ എന്ന് പറയുന്ന മുൻ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന BJPയുടെയും RSSൻ്റെയും എല്ലാ അജണ്ടകളും കൃത്യമായിട്ട് പാലിച്ചു പോയിരുന്ന, അത് കൃത്യമായിട്ട് അദ്ദേഹം ഏത് ചുമതലയിലാണോ ഇരിക്കുന്നത് അവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്ന ജഗ്ദീപ് ധൻഖറുമായിട്ട് സർക്കാർ വന്നിരിക്കുന്ന ഭിന്നതയുടെ ബാക്കിപത്രമായിട്ടാണ് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചിരിക്കുന്നത്. അതല്ലാതെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് അടിയന്തരമായിട്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞതല്ല എന്നതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.